നമസ്കാരം. ജമ്മു കാശ്മീരിലെ നുഴഞ്ഞുകയറ്റം തടയാനും തീവ്രവാദ പ്രവർത്തനങ്ങളെ ഉന്മൂലനം ചെയ്യുന്നതിനുമായി ജമ്മു കാശ്മീർ പോലീസ് അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് 960 പ്രാദേശിക പരിശീലനം ലഭിച്ച യുവാക്കളുടെ പുതിയ സേനയെ സൃഷ്ടിച്ചു. അതിർത്തിയിൽ വിന്യസിക്കാൻ മാത്രമായിട്ടാണ് ഈ സേനയെ ഉപയോഗപ്പെടുത്തുകയെന്ന് പോലീസ് ഡയറക്ടർ ജനറൽ RR സ്വീം പറഞ്ഞു. ജമ്മുവിലെയും പഞ്ചാബിലെയും അന്താരാഷ്ട്ര അതിർത്തിയിൽ ഭീകരർ നടത്തിയ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളുടെ തൊട്ടുപിന്നാലെയാണ് ഈ സുപ്രധാന നീക്കം. പോലീസ് പരിശീലന കേന്ദ്രങ്ങളിൽ നിന്ന് അടുത്തിടെ പാസായ 960 പോലീസ് ജവാന്മാരെ ജമ്മു ഡിവിഷനിലെ 560 പേർ ഉൾപ്പെടെ അതിർത്തി പ്രദേശങ്ങളിലും കാശ്മീർ താഴ്വരകളിലും വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഈ യുവാക്കൾ അതിർത്തി ഗ്രാമങ്ങളിലെ താമസക്കാരാണ്. അവരുടെ റിക്രൂട്ട്മെന്റ് നടന്നത് പ്രത്യേക പ്രദേശത്തായിരുന്നു. അവരെ അതിർത്തി പ്രദേശങ്ങളിൽ നിയമിക്കും. ഓഫീസുകളിലോ സ്റ്റേഷനുകളിലോ മറ്റെന്തെങ്കിലും സ്ഥലത്തോ ജോലി ചെയ്യുന്നത് പോലുള്ള മറ്റു ചുമതലകളൊന്നും തന്നെ അവർക്ക് നൽകില്ല. ഇത് സംബന്ധിച്ച് കർശനമായ നിർദ്ദേശങ്ങൾ ഇതിനകം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതിർത്തി പ്രദേശങ്ങളിൽ അവരുടെ റിക്രൂട്ട്മെന്റിന്റെയും വിന്യാസത്തിന്റെയും ഉദ്ദേശം അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റ വിരുദ്ധ തീവ്രവാദ വിരുദ്ധ സേനയെ ശക്തിപ്പെടുത്തുകയാണ്. നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾ തടയാൻ പ്രദേശവാസികൾ എന്ന നിലയിൽ പോലീസുകാർ വലിയ സഹായമാകുമെന്നാണ് സുരക്ഷാ വിദഗ്ധരുടെ അഭിപ്രായം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.